ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക്. നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. ഒരുപാട് വാർത്തകളിലൊക്കെ ചെറിയ ഭാഗങ്ങളിലേക്കും ഒരു വാർത്ത കേട്ടിട്ടുണ്ട്. അന്യഗ്രഹ ജീവികൾ. അതിന് ഒരുപാട് തെളിവുകൾ നിരത്തുന്നുണ്ട്. എങ്കിൽ തന്നെ നമുക്ക് വിശ്വസിക്കുന്ന നമ്മുടെ ബുദ്ധിക്ക് അപ്പുറം എന്തോ ഒരു സംഗതിയാണ് അന്യഗ്രഹ ജീവികൾ എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതൊരു പക്ഷേ ശരിയാകുന്ന പല തത്വങ്ങളും പല സയൻറ്റിസ്റ്റുകളും രംഗത്ത് വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്നു. ഭൂമിയോട്ട് ലക്ഷക്കണക്കിന് ഗ്രഹങ്ങൾ സൂര്യനെ വലയം ചെയ്യുന്നു. അതിൽ നിന്ന് ഒരു ഗ്രഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ജീവിക്ക് ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ മനുഷ്യൻ്റെ കണ്ണിനോ മനുഷ്യൻ്റെ കാഴ്ചയ്ക്കോ മനുഷ്യൻ്റെ രൂപമോ ഉണ്ടായിരിക്കാൻ സാധ്യതയില്ല. അങ്ങനൊരു ജീവികൾ ഈ വരുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതൊരു പക്ഷേ പല തത്വങ്ങളും നിരത്തി പലരും പറയുന്നുണ്ട്. അന്യഗ്രഹ ജീവികൾ നമ്മുടെ ചുറ്റുമുണ്ടായിരിക്കാം, നമ്മളീ പറയുന്നതിന് ഇടയ്ക്കുണ്ടായിരിക്കാം, നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരിക്കാം. എങ്കിൽ തന്നെ അന്യഗ്രഹ ജീവികളെക്കുറിച്ചൊരു സിദ്ധാന്തത്തിൽ നമുക്ക് ചിലപ്പം ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് അതിനോട് യോജിച്ചു പോകേണ്ടി വരും. ഒരുപക്ഷെ നമുക്ക് അടുത്തുള്ളൊരു ജീവിയെ നമ്മുടെ കണ്ണിൻ്റെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ഒരുപക്ഷെ നമ്മുടെ സയൻസ് പോലും തെളിയിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അമീബ, ബാക്ടീരിയ ഇങ്ങനെയൊക്കെയുള്ള ജീവികളെ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയത്തില്ല. ചില ജീവികളെ അതിന് വലിയ സെൻസറൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ 100% മറ്റ് ഗ്രഹങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾ നമ്മുടെ ഈ ഗ്രഹത്തിലും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ അന്യഗ്രഹ ജീവികൾ ഇല്ല എന്നും പറയാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ ഉണ്ട് എന്ന് നമുക്ക് സ്ഥിരീകരണം പറയാൻ പറ്റത്തില്ല. പക്ഷേ സയൻറ്റിസ്റ്റുകളെല്ലാം ഒരുപാട് വാദങ്ങൾ നടത്തി പറയുന്നു അന്യഗ്രഹത്തിൽ ജീവികളുണ്ട്, മനുഷ്യനെപ്പോലെ ജീവികളുണ്ട്. പക്ഷേ അവരൊരു സുപ്രഭാതത്തിൽ എന്നെങ്കിലും ഒരിക്കൽ ചില സമയങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ നമ്മുടെ ഭൂമിയിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു, നമുക്കത് കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് അവരുടെ വാദങ്ങളും. ഒരുപക്ഷെ ഇതെല്ലാം ശരിവെക്കുന്ന ഒരുപാട് തെളിവുകളും അവർ നിരത്തുന്നുണ്ട്.